വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ടു ദ റിവ്യൂ ഫോറം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൂൾവറിൻ മെറ്റീരിയലിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ അമർത്തി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വൂൾവറിൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, വൂൾവറിൻ്റെ ഏറ്റവും വലിയ പവറാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഈ സെൽഫ് ഹീലിംഗ് പവേഴ്സ് നമ്മൾ ചില ഫാബ്രിക്സിനോ മെറ്റൽസിനോ കോമ്പോസിറ്റിനോ കൊടുക്കുകയാണെങ്കിലും, അതായത് മെറ്റീരിയൽസ് ഏതെങ്കിലും ഡാമേജ് ആയാൽ താനെ അത് ഹീൽ ചെയ്യാനുള്ള കഴിവ് അതിന് കൊടുക്കാൻ പറ്റിയാലോ? യെസ് ഗൈസ്, ഇത് പോസിബിൾ ആണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് LG G-Flex എന്ന് പറയുന്ന ഫോൺ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോണിന്റെ ബാക്ക് പാനൽ ഈ മെറ്റീരിയൽ കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഫോണിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ അത് ഒരു പരിധി വരെ സെൽഫ് ഹീൽ ചെയ്ത് ഫോണിന്റെ ഷൈനി അപ്പിയറൻസ് പോകാതിരിക്കാനുള്ള ടെക്നോളജി ആയിരുന്നു അത്. പിന്നീട് ഈ ടെക്നോളജി ഒരുപാട് ഡെവലപ്പ് ചെയ്തു ഫാബ്രിക് രൂപത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽസിനെ സെൽഫ് ഹീൽ ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നത് പോളിമേഴ്സും മോണോമേഴ്സ് എന്ന് പറയുന്ന പദാർത്ഥങ്ങളാണ്. ഈ പ്രോസസ്സിന് പോളിമറൈസേഷൻ എന്നാണ് പറയുന്നത്. അതായത് മെറ്റീരിയലിന്റെ ഫാബ്രിക്കിൽ തന്നെ മൈക്രോ ക്യാപ്സ്യൂൾ പരുവത്തിൽ ബൈൻഡിങ് ഏജന്റ്സിനെ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഫാബ്രിക് എന്ന് പറയുന്നത് പോളിമർ സബ്സ്റ്റൻസ് ആയിരിക്കും. എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ ഫാബ്രിക് കീറി പോവുകയാണെങ്കിൽ ഈ മൈക്രോ ക്യാപ്സ്യൂൾ പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് പൊട്ടുമ്പോൾ അതിലുള്ള ബൈൻഡിങ് ഏജന്റ്, ഒരു ഉദാഹരണത്തിന് ഇപ്പോക്സി റെസിൻ എന്ന് കേട്ടിട്ടുണ്ടാവും, ആ ബൈൻഡിങ് ഏജന്റ് ഈ പോളിമേഴ്സിനെ തിരിച്ച് യോജിപ്പിക്കുന്നു. അതാണ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഗൈസ്, ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്. മൈക്രോ ക്യാപ്സ്യൂൾ ഫോർമാറ്റിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒറ്റ ഒരു വട്ടം മാത്രം ഇതിനെ ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ. 2-3 തവണ ഡാമേജ് പറ്റിയാൽ ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നാനോ ട്യൂബ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമ്മുടെ ഫാബ്രിക് എന്ന് പറയുന്നത് നാനോ ട്യൂബ്സ് കൊണ്ടുണ്ടാക്കിയതായിരിക്കും. അതായത് ഒരു സിറിഞ്ച് പോലെ. ഈ ട്യൂബ്സിന്റെ അകത്ത് ഈ പറയുന്ന ബൈൻഡിങ് ഏജന്റ് ഉണ്ടാവും. എവിടെയെങ്കിലും ട്യൂബ് പൊട്ടിപ്പോയാൽ, അതായത് ഫാബ്രിക് ഡാമേജ് ആവുകയാണെങ്കിൽ ട്യൂബ്സിലുള്ള ബൈൻഡിങ് ഏജന്റ് വഴി ഇത് തിരിച്ച് യോജിപ്പിക്കാൻ കഴിയും. എന്നാൽ ഇത് ലോങ് ട്യൂബ്സ് ആയതുകൊണ്ട് അതിൽ ഇനിയും മെറ്റീരിയൽ ബാക്കിയും കാണും. അടുത്ത വട്ടം ഡാമേജ് വരുവാണെങ്കിൽ നമുക്ക് ഇത് വീണ്ടും യൂസ് ചെയ്ത് ഹീൽ ചെയ്യാം. സോ ഗൈസ്, ഇങ്ങനെ ഒരു ടെക്നോളജി ഉള്ളതായി നിങ്ങൾ അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കമന്റ്സിൽ അറിയിക്കുക. കൂടുതൽ നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ.